ഞാൻ ഏബ്രഹാമിൽ കണ്ട ഒരു പ്രധാന ക്വാളിറ്റി, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യം. നീ ഒരു കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശം ആക്കും. വാട്ട് ഈസ് ദ റീസൺ? നീ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട്. എന്താണ് ആ കാര്യം? നിന്റെ ഏകജാതനായ മകനെ തരാൻ മടിക്കായിക കൊണ്ട്. മടി അനുഗ്രഹത്തിന്റെ തടസ്സം അതാണ്. റീസൺ ഓഫ് ബ്ലെസ്സിങ് അബ്രഹാമിന്റെ മടിയില്ലായ്മയായിരുന്നെങ്കിൽ, റീസൺസ് ഓഫ് കേഴ്സ് നിന്റെ മടിയാണ്. മടിക്കായിക കൊണ്ട്. അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈകൾ ഉയർത്തിയേ. അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ കൈകൾ ഉയർത്തിയേ. നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന ഒരു പ്രധാന മേഖലയാണത്. പ്രാർത്ഥിക്കാനുള്ള മടി, ആരാധിക്കാനുള്ള മടി, ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ള മടി, ഉപവസിക്കാനുള്ള മടി, ചർച്ചിൽ ആരാധനയ്ക്ക് വരാനുള്ള മടി. ദൈവം മടിയന്മാരുടെ ദൈവം അല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യനെ നോക്കി ദൈവം പറഞ്ഞത്, നീ വിയർപ്പൊഴുകി അധ്വാനിക്കുമെന്നാണ്. വീട്ടിൽ പൈസയില്ല. വാട്ട് ഈസ് ദ റീസൺ? നിനക്ക് ജോലിക്ക് പോകാനുള്ള മടി. നിന്റെ ആരോഗ്യം ഒത്തിരി വീക്കാണ്. കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നു, ബ്ലഡ് ഷുഗർ കൂടിയിരിക്കുന്നു, ഒത്തിരി ഹെൽത്ത് ഇഷ്യൂ. രാവിലെ എഴുന്നേറ്റൊന്ന് നടക്കാനും ഇച്ചിരി വർക്കൗട്ട് ചെയ്യാനുമുള്ള നിന്റെ മടി. അബ്രഹാമിനെ നോക്കി ദൈവം പറയുന്നു, നീ മടിക്കായിക കൊണ്ട്. നമ്മുടെ മടികൾ പൊട്ടട്ടെ എന്ന്. ആമേൻ. അബ്രഹാമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ ഒറ്റ റീസണേ ഉള്ളൂ. നീ വിശ്വാസികളുടെ പിതാവായി തീരാൻ ഒറ്റ കാരണമേ ഉള്ളൂ. നീ ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും നീ വർദ്ധിക്കാൻ ഒറ്റ റീസണേ ഉള്ളൂ. എനിക്ക് വേണ്ടി നിൽക്കാനും എന്നിൽ വിശ്വസിക്കാനും എനിക്ക് തരാനും നിനക്ക് മടി ഉണ്ടായിരുന്നില്ല. ആ മടിയില്ലായ്മയാണ് നിന്നെ അനുഗ്രഹിച്ചത്. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാമോ?